എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളിലെയും താളം തെറ്റിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. ഇത് കൂടുതലായി പലരിലും കാൽവിരലുകളെയാണ് ബാധിക്കാറ്. ഇത് കാൽവിരലുകളിലേക്ക് പഴുപ്പ് കയറി അവസാനം കാൽമുട്ട് മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ ഛേദിക്കപ്പെടുകയാണ് പതിവ്. ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിനായി സത്യാന്വേഷികൾ കണ്ടുപിടിച്ച യോഗമാർഗം ശീലിക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രമേഹം നിയന്ത്രിക്കുന്നതിനായി 6ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഭരതവജ്രാസനം, അർദ്ധ മത്സ്യേന്ദ്രിയാസനം, സർവാംഗാസനം, മത്സ്യാസനം, ശീതളി പ്രാണായാമം എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. ഇവ ഓരോന്നിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് ആദ്യം പരിശീലിക്കാൻ പോകുന്നതാണ് ഭരതവജ്രാസനം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇടതുകാൽ മടക്കി വലതുകാലിൻ്റെ തുടയുടെ അടിയിലൂടെ കൊണ്ടുവന്ന് പൃഷ്ഠഭാഗത്തിന്റെ വലതുവശത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. മടക്കി വെച്ചിരിക്കുന്ന ഇടതുകാലിന്റെ മുകളിലേക്ക് അതേ രീതിയിൽ തന്നെ വലതുകാലും മടക്കി വെക്കേണ്ടതാണ്. അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി തറയിൽ പതിച്ചു വെക്കുകയും വലതു കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെച്ചിരിക്കുന്ന ഇടതു കൈയുടെ മുട്ടിന് മുകളിൽ വട്ടം പിടിക്കുകയും ചെയ്യുക. ഇനി ഇടത് കൈ തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം മുകളിൽ വന്നിരിക്കുന്ന വലതുകാലിന്റെ മുട്ടിലേക്ക് ഇടത് കൈയുടെ പത്തി കൊണ്ടുവന്ന് വെക്കുകയും ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ശരീരം കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം വീണ്ടും വലതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. ഇതേ രീതിയിൽ 8 or 10 തവണ ആവർത്തിക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത്. അല്പസമയത്തേക്ക് ഈ നിലയിൽ തുടർന്ന ശേഷം ഇരു കാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ്. അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് തിരിഞ്ഞും ആവർത്തിക്കുക. ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുകയും വലതുകാലിന്റെ മുട്ടുമടക്കി ഇടതുകാലിന്റെ അടിയിലൂടെ കൊണ്ടുവന്ന് പൃഷ്ഠഭാഗത്തിന്റെ ഇടതുവശം ചേർന്ന് വെക്കുകയും ഇടതുകാൽ വലതുകാലിന്റെ മുകളിൽ കയറ്റി വെക്കുന്നതോടൊപ്പം ഇരു കൈപ്പത്തികളും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. അതിനുശേഷം ഇടത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെച്ചിരിക്കുന്ന വലത് കൈയുടെ മുട്ടിന് മുകളിൽ പിടിക്കുകയും വലത് കൈ ഉയർത്തിക്കൊണ്ടു വന്നതിന് ശേഷം മുകളിൽ വന്നിരിക്കുന്ന ഇടതുകാലിന്റെ മുട്ടിൽ പിടിക്കുകയും ചെയ്യുക. ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ ശരീരം കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം ഇടതുവശത്തേക്ക് തന്നെ തിരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. ഈ രീതിയിലും 8 or 10 തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ ആസനം പരിശീലിക്കുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഭരതവജ്രാസനം നമ്മൾ പരിശീലിക്കുന്നത്. ഈ രീതിയിൽ ഈ ആസനം പരിശീലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റൊരു രീതിയിൽ പരിശീലിക്കാവുന്നതാണ്. അതായത് ചില ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ ഭരതവജ്രാസനം ചെയ്യുമ്പോൾ കാലുകൾ ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിൽ കയറ്റി വെച്ച് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ ഇനി പറയുന്ന രീതിയിൽ ഈ ആസനം പരിശീലിച്ചാലും മതിയാകും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ സാധാരണ രീതിയിൽ വജ്രാസനം ഇരിക്കത്തില്ലേ, ആ രീതിയിൽ ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈപ്പത്തികളും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി തറയിൽ പതിച്ചു വെക്കുകയും വലത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് ഇടത് കൈയുടെ മുട്ടിന് മുകളിൽ കയറ്റി പിടിക്കുകയും ഇടത് കൈ ഉയർത്തിക്കൊണ്ടുവന്ന് വലത് കാലിന്റെ മുട്ടിൽ പിടിക്കുകയും ചെയ്യുക. ഈ നിലയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. ഈ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. അതിനുശേഷം അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ഇപ്പോൾ നമ്മൾ വലതുവശത്തേക്ക് തിരിഞ്ഞ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് തിരിഞ്ഞും ആവർത്തിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഭരതവജ്രാസനം ചെയ്യാൻ പറ്റാത്തവർ മാത്രം ഈ രീതിയിൽ പരിശീലിച്ചാൽ മതിയാകും. ഇന്ന് നമ്മൾ രണ്ടാമതായിട്ട് പരിശീലിക്കാൻ പോകുന്നതാണ് അർദ്ധമത്സ്യേന്ദ്രിയാസനം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം വലത് കാൽ മടക്കി ആ കാലിൻ്റെ പാദം ഇടത് കാലിൻ്റെ ഇടതുവശത്ത് തറയിൽ പതിച്ചു വെക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇടത് കാലിൻ്റെ മുട്ട് മടക്കി ആ കാലിൻ്റെ പാദം വലതുവശത്തെ പൃഷ്ഠഭാഗത്തോട് ചേർത്തും വെക്കേണ്ടതാണ്. ഇടത് കൈ ഉയർത്തിക്കൊണ്ടു വന്നത് വലത് കാലിൻ്റെ മുട്ടിന് വെളിയിലൂടെ കൈ കൊണ്ടുവന്നതിന് ശേഷം വലത് കാലിൻ്റെ പാദത്തിൽ പിടിക്കാൻ ശ്രമിക്കുക. ഇനി നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം വലത് കൈ ശരീരത്തിൻ്റെ പുറകിൽ കൂടി കൊണ്ടുവരികയും ഇടത് പള്ളയിൽ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ നിലയിൽ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം കഴിയുന്നത്ര വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാനും ശ്രമിക്കേണ്ടതാണ്. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയും ചെയ്യുക. ഇതേ രീതിയിൽ 8-10 തവണ ആവർത്തിക്കാവുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരത്തെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത്. അല്പസമയം ഈ നിലയിൽ തുടർന്നതിന് ശേഷം ഇരു കാലുകളും നീട്ടിവെച്ച് വിശ്രമിക്കാവുന്നതാണ്. അതിനുശേഷം വലതുവശത്തേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്ക് തിരിഞ്ഞും ചെയ്യേണ്ടതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. ഇടത് കാൽ മടക്കി വലത് കാലിൻ്റെ വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കുകയും വലത് കാലിൻ്റെ മുട്ട് മടക്കി പൃഷ്ഠഭാഗത്തിൻ്റെ ഇടതുവശത്തോട് ചേർത്ത് പതിച്ചു വെക്കുകയും ചെയ്യുക. ഇനി വലത് കൈ ഉയർത്തിക്കൊണ്ട് വന്നതിന് ശേഷം ഇടത് കാലിൻ്റെ പുറത്തുകൂടി കൊണ്ടുവന്ന് ഇടത് കാൽപാദത്തിൽ പിടിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ ഇടത് കൈ ശരീരത്തിൻ്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് വലതുവശത്ത് പള്ളയിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാനും ശ്രമിക്കേണ്ടതാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തെ ഇടതുവശത്തേക്ക് ചരിച്ചുകൊണ്ട് വരികയും ചെയ്യേണ്ടതാണ്. ഈ രീതിയിലും 8-10 തവണ ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരത്തെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് തിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഈ ആസനം പരിശീലിക്കുന്നത് മൂലം പാൻക്രിയാസിന് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കുന്നത് കൊണ്ട് തന്നെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് സർവാംഗാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക. കൈകൾ രണ്ട് ശരീരത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കേണ്ടതാണ്. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കാലുകളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരികയും
തറയ്ക്ക് ലംബമായി വരുന്ന രീതിയിൽ ഉയർത്തി നിർത്തുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇരു കൈകളുടെയും മുട്ടുകൾ തറയിലൂന്നി നടുവിനെ താങ്ങി പിടിച്ച് ശരീരം കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതാണ്. പതിയെ പതിയെ ശരീരത്തെ ഒരു നേർരേഖയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. സർവാംഗാസനത്തിന്റെ പൂർണ്ണ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ തലയുടെ പുറകുവശവും തോളുകളും മാത്രമേ തറയിൽ പതിഞ്ഞിരിക്കാൻ പാടുള്ളൂ. ആരും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അവനവന് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഈ ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം സാധാരണ രീതിയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കാലുകളും തലയുടെ പുറകുവശത്തേക്ക് ചായ്ച്ചുകൊണ്ട് വരികയും ഇരു കൈകളും നടുവിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കാലുകളും താഴ്ത്തിക്കൊണ്ടുവന്ന് തറയിൽ പതിയെ പതിച്ചു വെക്കാവുന്നതാണ്. ഈ സമയം ഇരു കാലുകളുടെയും മുട്ടുകൾ മടങ്ങാതെയും തല തറയിൽ നിന്ന് ഉയർന്നു വരാതെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതേ രീതിയിൽ 1-2 തവണ കൂടി ആവർത്തിക്കുക. കഠിനമായ കഴുത്തിനു വേദന അനുഭവിക്കുന്ന ആളുകൾ സർവാംഗാസനം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. യോഗാസനങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടവും പ്രധാനപ്പെട്ടതുമായ ഒരു ആസനമാണ് സർവാംഗാസനം. ഇത് ചെയ്യുന്നത് മൂലം പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് മാത്രമല്ല, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നതിനും വെരിക്കോസ് വെയിന് ശമനം കാണുന്നതിനും അതുപോലെ തന്നെ ഹെർണിയ രോഗത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണിത്. ഇത് പരിശീലിക്കുന്നത് മൂലം ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥികളുടെ താളം തെറ്റലിനെ പരിഹരിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് സർവാംഗാസനം. ഇനി അടുത്തതായിട്ട് നമുക്ക് മത്സ്യാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് തന്നെ 2 വിധത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ രീതിയാണ് നമ്മളിപ്പോൾ പരിശീലിക്കാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് മലർന്നു കിടക്കുക. അതിനുശേഷം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ട് വരികയും കാൽപാദങ്ങൾ രണ്ടും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക. ഇനി അരക്കെട്ടിനെ പതിയെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചതിന് ശേഷം വലത് കൈപ്പത്തിയുടെ മുകളിൽ ഇടത് കൈപ്പത്തി വരുന്ന രീതിയിൽ തറയിൽ പൃഷ്ഠഭാഗത്തിന് താഴെ വരുന്ന രീതിയിൽ പതിച്ചു വെക്കേണ്ടതാണ്. പതിയെ അരക്കെട്ടിനെ താഴ്ത്തിക്കൊണ്ട് വരികയും പൃഷ്ഠഭാഗം കൈകൾക്ക് മുകളിൽ വരുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം കാലുകൾ നീട്ടിവെച്ച് കിടക്കുകയും ചെയ്യുക. അതിനുശേഷം ഇരു കൈകളുടെയും മുട്ടുകൾ തറയിലൂന്നി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നെഞ്ചൽപ്പം ഉയർത്തിക്കൊണ്ട് വരികയും തല പുറകോട്ട് വളച്ചുകൊണ്ടുവന്ന് തലയുടെ നെറുക തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ നിലയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി ആവർത്തിക്കുക. നമ്മൾ ഇതിനു മുന്നേ ഓരോ വീഡിയോകളിലും പറയാറുള്ള രീതിയിൽ തന്നെ ഓരോ ആസനങ്ങളും അവനവന് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും. ഒരാസനം പോലും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല. അവനവന് എത്രത്തോളം സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും. സർവാംഗാസനം പരിശീലിച്ചതിന് ശേഷം അത് ചെയ്യാൻ എത്രത്തോളം സമയം എടുത്തോ അതിൻ്റെ 1/3 സമയമെങ്കിലും മത്സ്യാസനം പരിശീലിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ 1-2 തവണ കൂടി പറ്റുന്ന ആളുകൾ മത്സ്യാസനം പരിശീലിക്കാൻ ശ്രമിക്കുക.
ഇതുവരെ നമ്മൾ ഭരതവജ്രാസനം, അർദ്ധമത്സ്യേന്ദ്രിയാസനം, സർവാംഗാസനം, മത്സ്യാസനം എന്നിങ്ങനെ 3-4 ആസനങ്ങളായിരുന്നു പരിചയപ്പെട്ടത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രാണായാമമാണ്. ശീതളി പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായി നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഓരോരുത്തരും തിരഞ്ഞെടുക്കുക. ഞാനിവിടെ പത്മാസനമാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും ചൂണ്ടുവിരലും തള്ളവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക. നമ്മൾ മുൻപ് തന്നെ പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെ പിടിക്കുന്നതിന് ചിന്മുദ്ര എന്നാണ് പറയുന്നത്. ഈ നിലയിൽ നട്ടെല്ല് നിവർന്നിരുന്നതിന് ശേഷം വായ അല്പം തുറന്നു പിടിച്ച് നാവ് ഒരു കുഴലിന്റെ ആകൃതിയിൽ പുറത്തേക്ക് നീട്ടി പിടിക്കേണ്ടതാണ്. അതിനുശേഷം വായിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായു ഉള്ളിൽ നിറഞ്ഞതിന് ശേഷം വായ അടച്ചു പിടിച്ച് മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ശ്വാസം മുഴുവനായി പുറത്തേക്ക് പോയി തീരുമ്പോൾ വീണ്ടും വായ തുറന്ന് നാവ് ഒരു കുഴലിന്റെ ആകൃതിയിൽ പുറത്തേക്ക് നീട്ടിപ്പിടിക്കുകയും സാവധാനം വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക. മുമ്പേ ചെയ്ത രീതിയിൽ തന്നെ ശ്വാസം ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നാവ് ഉള്ളിലേക്ക് എടുത്ത് വായ അടച്ചു പിടിച്ചതിന് ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടേണ്ടതാണ്. ഇതേ രീതിയിൽ 7-8 തവണ ആവർത്തിക്കാവുന്നതാണ്. ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒന്നും കൂടി പറയാം. നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈകളും ചിന്മുദ്രയിൽ കൊണ്ടുവന്ന് കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും ചെയ്യുക. അതിനുശേഷം വായ അല്പം തുറന്ന് നാവ് ഒരു കുഴലിന്റെ ആകൃതിയിൽ പുറത്തേക്ക് നീട്ടി വെക്കുകയും സാവധാനം വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം ഉള്ളിൽ നിറഞ്ഞതിന് ശേഷം നാവ് ഉള്ളിലേക്ക് എടുത്ത് വായ അടച്ചു പിടിക്കുകയും ചെയ്തതിന് ശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പതിയെ പുറത്തേക്ക് വിടേണ്ടതാണ്. ഇതേ രീതിയിൽ 7-8 തവണ ആവർത്തിക്കുക. നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും അവനവന് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ പ്രാണായാമത്തിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതാണ്. ഇതുവരെ പറഞ്ഞ ആസനങ്ങളും പ്രാണായാമവും പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. പ്രമേഹവുമായി ബന്ധപ്പെട്ട് 6ാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഓരോ ആസനങ്ങളും പ്രാണായാമവും പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി പ്രമേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന വീഡിയോകൾ അവസാനിക്കുകയാണ്. ഇതുവരെ നമ്മൾ പരിശീലിച്ച ആസനങ്ങളിലോ പ്രാണായാമങ്ങളിലോ ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സംശയങ്ങൾ പരിഹരിക്കുന്നതിന് മാത്രമല്ല, ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നതിനും താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ആഴ്ച മുതലുള്ള വീഡിയോകളിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ബുദ്ധിവികാസത്തിനും പഠനത്തിനും കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളുമായിട്ടായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.